FCRA ഭേദഗതിയിലെ ആശങ്ക പരിഹരിക്കാൻ BJP. കേന്ദ്ര ന്യൂനപക്ഷ ക്ഷേമ മന്ത്രി കിരൺ റിജിജുവിന്റെ പരിപാടിയിലേക്ക് ക്രൈസ്തവ സഭാ പ്രതിനിധികൾക്ക് ക്ഷണമുണ്ട്. രാത്രിയിൽ തിരുവനന്തപുരത്ത് വെച്ചാണ് കൂടിക്കാഴ്ച. ഏതൊക്കെ സഭാ പ്രതിനിധികൾ പങ്കെടുക്കും എന്നതിൽ വ്യക്തതയില്ല. ഹരി മോഹൻ വിവരങ്ങളുമായി. ഹരി, ഇപ്പോൾ ആശങ്ക പരിഹരിക്കാൻ എന്ന് പറയുമ്പോൾ FCRA നിയമ ഭേദഗതി പിൻവലിക്കില്ല എന്ന് BJP വ്യക്തമാക്കുന്നുണ്ട്. പക്ഷേ സഭാ നേതൃത്വവുമായി ചർച്ചയ്ക്ക് തയ്യാറാകുന്നു. കിരൺ റിജിജു ഇപ്പോൾ ആരെയൊക്കെ ക്ഷണിച്ചിരിക്കുന്നു, ആരൊക്കെ ആ ക്ഷണം സ്വീകരിച്ചു എന്നുള്ളതും പ്രധാനമാണ്. തീർച്ചയായിട്ടും ആരൊക്കെ പങ്കെടുക്കുമെന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും വ്യക്തതയില്ല. അതൊരു തിരക്കിട്ട നീക്കമായിരുന്നു. കാരണം ഇന്ന് രാവിലെ വരെ ആ പരിപാടിയുടെ പേര്, അതായത് ഇന്ന് രാത്രി 7:30 തിരുവനന്തപുരത്തെ ഹോട്ടലിൽ വെച്ച് നടത്താനിരുന്ന പരിപാടിയുടെ പേര് മൈനോറിറ്റി ഔട്ട്റീച്ച്മെന്റ് പ്രോഗ്രാം എന്നുള്ളതായിരുന്നു. ആ ഔട്ട്റീച്ച് പ്രോഗ്രാമിൽ പങ്കെടുക്കേണ്ടിയിരുന്നത് BJPയുമായി ബന്ധപ്പെട്ട ന്യൂനപക്ഷ മോർച്ചയുടെയും മറ്റ് സംഘടനകളുടെയും ഒക്കെ പ്രതിനിധികൾ മാത്രമായിരുന്നു. പക്ഷേ അടിയന്തരമായി ആ പരിപാടിയുടെ പേര് മാറ്റുകയും കോഫി വിത്ത് കിരൺ എന്നാക്കുകയും ചെയ്തു. തുടർന്നാണ് സഭാ പ്രതിനിധികളെ അടിയന്തരമായി ക്ഷണിക്കുകയും ചെയ്തത്. ഇന്നിപ്പോൾ അല്പസമയത്തിന് മുൻപാണ് ഇവർക്ക് ക്ഷണം പോയിട്ടുള്ളത്. അതിൽ എത്ര പേർ പങ്കെടുക്കുമെന്നുള്ളതിൽ ഇപ്പോഴും വ്യക്തതയില്ല. പക്ഷേ വൈകുന്നേരം എത്തുന്ന സഭാപ്രതിനിധികളുമായി അവരുടെ ആശങ്കകൾ കേട്ടുകൊണ്ട് അവർക്കൊരു വിശദീകരണമോ മറുപടിയോ നൽകാൻ വേണ്ടി മന്ത്രി തയ്യാറാകുമെന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മുൻപുണ്ടായിരുന്ന ഈ ന്യൂനപക്ഷ മോർച്ച പ്രവർത്തകരുമായും നേതാക്കളും ഒക്കെ ആയിട്ടുള്ള ഈ മീറ്റിംഗ് പൂർണ്ണമായിട്ടും മാറ്റിയിട്ടാണ് സഭാപ്രതിനിധികളെ കാണാൻ വേണ്ടിയുള്ള തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. അതിൽ ഇനിയിപ്പോൾ എത്ര പേർ തിരുവനന്തപുരത്തേക്ക് നേരിട്ട് വരുമെന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എന്തായാലും തിരക്കിട്ട ഒരു നീക്കത്തിലേക്ക് തന്നെ BJP അതിൽ കടക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ആദ്യം 3 മണിക്ക് കൊല്ലത്തും പിന്നീട് കുണ്ടറയിലും കിരൺ റിജിജുവിന് ഓരോ തെരഞ്ഞെടുപ്പ് പരിപാടികളുണ്ട്. അതിനുശേഷം തിരുവനന്തപുരത്ത് മടങ്ങിയെത്തി 7:30 ഹോട്ടലിൽ വെച്ചാണ് ഈ പരിപാടി, അതായത് കോഫി വിത്ത് കിരൺ എന്നുള്ള പരിപാടി ഇപ്പോൾ സംഘടിപ്പിച്ചിരിക്കുന്നത്. അതിലേക്കാണ് ഇപ്പോൾ സഭാ പ്രതിനിധികൾക്ക് ക്ഷണമുണ്ടായിരിക്കുന്നത്. പക്ഷേ അപ്പോഴും ഒരു കാര്യം മനസ്സിലാക്കാൻ സാധിക്കുന്നത് ക്രൈസ്തവ പുരോഹിതരെ കാണുമോ എന്നുള്ള കാര്യമാണ്. അതിൽ വ്യക്തതയില്ല. ഇപ്പോഴും അവർക്ക് പുരോഹിതർക്കായിക്കൊണ്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ബിഷപ്പുമാർക്കായിക്കൊണ്ട് ഒരു ക്ഷണം പ്രത്യേകമായി പോയിട്ടില്ല. മറിച്ച് സഭാ പ്രതിനിധികളെ കാണാൻ വേണ്ടിയുള്ള തീരുമാനം മാത്രമാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. BJP സംസ്ഥാന നേതൃത്വം അങ്ങോട്ട് ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇങ്ങനെ ഒരു ആശങ്ക പരിഹരിക്കാനുള്ള നീക്കം എന്നുള്ളത് കൂടിയാണ് ഈ ഘട്ടത്തിൽ നമുക്ക് ലഭിക്കുന്ന വിവരം. അതായത് ഈ തെരഞ്ഞെടുപ്പിൽ അത് കൃത്യമായി FCRA ഭേദഗതിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആശങ്കകൾ സഭകൾ ഉയർത്തിയ സ്ഥിതിക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടിയാകും എന്നുള്ളത് സംസ്ഥാന നേതൃത്വത്തിന് അങ്ങനെ ഒരു വിലയിരുത്തലുണ്ട്. അതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് കേന്ദ്ര നേതൃത്വത്തെ കഴിഞ്ഞ ദിവസം ശ്രമങ്ങളായി കൂടിക്കാഴ്ചയെ വിലയിരുത്താവുന്നതാണ്.